മരുന്ന് പോലും കഴിക്കാൻ അനുവദിക്കാതെയായിരുന്നു തിരുവനന്തപുരത്ത് അറസ്റ്റിലായ അക്യുപങ്ക്ചർ ചികിത്സകൾ ഷിഹാബുദ്ദീന്റെ ചികിത്സ എന്ന് പറയുന്നു. ഒന്ന് നോക്കൂ അല്ലേ, എത്ര ക്രൂരമാണ്. കുഞ്ഞുങ്ങൾക്ക് വാക്സിനുകൾ പോലും എടുക്കരുതെന്നും നിർദ്ദേശം നൽകിയിരുന്നു. എന്താ കഥ? ക്യാൻസറിനും വന്ധ്യതയ്ക്കും അപസ്മാരത്തിനും വരെ ഷിഹാബുദ്ദീൻ ചികിത്സ നൽകിയിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഓങ്കോളജിസ്റ്റാണത്രേ ഈ പറയുന്ന വ്യാജ ചികിത്സകൻ ഷിഹാബുദ്ദീൻ. ഇങ്ങനെയുള്ളവരെയൊക്കെ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തുവിടാത്ത വിധം തടവിൽ ശിക്ഷിക്കുകയാണ് വേണ്ടത്. കാരണം അത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം മാത്രമല്ല, വാക്സിൻ എടുക്കാത്തത് ആ കുഞ്ഞിന് മാത്രമല്ല, സമൂഹത്തിൽ മറ്റുള്ളവർക്ക് പോലും അത് കാരണമാകും എന്നുള്ളതാണ്. അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് മനസ്സിലാക്കാത്തയാളാണോ? അങ്ങനെയാണെങ്കിൽ അയാളെ നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുവരണം. നമുക്ക് ആ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. ശരീരത്തിലെ രക്തശുദ്ധീകരണത്തിന് ഹിജാമ ചികിത്സ, നവജാത ശിശുക്കൾ തുടങ്ങി എല്ലാ പ്രായത്തിലുള്ളവർക്കും എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സ അക്യുപങ്ക്ചർ വഴി. ഇതാണ് ഷിഹാബുദ്ദീന്റെ ഓഫർ. MA, B.Ed, MPhil, ഡിപ്ലോമ ഇൻ അക്യുപങ്ക്ചർ, MD ഇൻ അക്യുപങ്ക്ചർ, അങ്ങനെ യോഗ്യതകളുടെ വലിയൊരു നിരയുമുണ്ട്. എന്നാൽ സർട്ടിഫിക്കറ്റുകൾ ചോദിച്ചാൽ കൈമലർത്തും. തദ്ദേശ സ്ഥാപനത്തിന്റെ പോലും രജിസ്ട്രേഷൻ ഇല്ലാതെയായിരുന്നു പലയിടങ്ങളിലും ഇയാളുടെ ക്ലിനിക്കിന്റെ പ്രവർത്തനം. പക്ഷെ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ചികിത്സ തേടിയെത്തുന്നവരെ തുടക്കത്തിൽ തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരാക്കും. ഒരു ഗുളിക പോലും കഴിക്കാനുള്ള അനുമതിയില്ല. മരുന്നില്ലാത്ത ചികിത്സ എന്ന് പറഞ്ഞാണ് പരസ്യവും. മെഡിക്കൽ സയൻസിനൊക്കെ അങ്ങ് പുറന്തള്ളിക്കൊണ്ടുള്ള സംസാരമായിരുന്നു. ഒരു പുച്ഛമായിരുന്നു മെഡിക്കലിനൊക്കെ. എന്തിനാ ഗുളിക കൊടുക്കുന്നത്, എന്തിനാ ഇഞ്ചക്ഷൻ എടുക്കുന്നത് എന്നുള്ളൊരു സംസാരമായിരുന്നു. ഷിഹാബുദ്ദീൻ മാത്രമല്ല, ഇത്തരത്തിൽ ചികിത്സ ചെയ്യുന്ന പലരുടെയും രീതി ഇത് തന്നെയാണ്. ആരോഗ്യവകുപ്പ് പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ വ്യാജ സ്ഥാപനങ്ങൾ പെട്ടിക്കട പോലെ ഉണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അന്ധവിശ്വാസവും അജ്ഞതയും വ്യാജ ചികിത്സകർ ചൂഷണം ചെയ്യുമ്പോൾ നഷ്ടമാകുന്നത് നമ്മുടെ ഒപ്പം ജീവിക്കേണ്ട കുറേ മനുഷ്യരെയാണ്. തിരിച്ചറിയണം, പ്രതികരിക്കണം. നടപടിയെടുക്കേണ്ടവർ വൈകുകയും ചെയ്യരുത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. പ്രവീണ നമുക്കിപ്പം ചേരുന്നു. പ്രവീണ, ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വാർത്തയായിരുന്നു അത്. ഈ ഷിഹാബുദ്ദീൻ്റെയൊക്കെ ഓരോ ചെയ്തികൾ പുറത്തു വരുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നൊരു സോഷ്യൽ ക്രൈം കൂടിയാണ്. ആ ഘട്ടത്തിലാണ് ഈ ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മരുന്ന് കൊടുക്കില്ല, അതിനെതിരെ പുച്ഛിച്ച് തള്ളുക. അപ്പോൾ യഥാർത്ഥത്തിൽ കൊലപാതകം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായും കൊലപാതക ശ്രമം എന്ന് തന്നെയാണ് പറയേണ്ടത്. അതും മനഃപൂർവ്വമായതെന്ന് തന്നെ കൃത്യമായി പറയേണ്ടി വരും. അത്തരത്തിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുക്കണം എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരുടെയും ആവശ്യം. ഈ ഷിഹാബുദ്ദീന്റെ ക്ലിനിക്കുകളുടെ എല്ലാം മുന്നിൽ നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിലടക്കമുണ്ട്, എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. മരുന്ന് കഴിച്ചിട്ടും രോഗം മാറാത്ത നിങ്ങൾ ഇനി എന്തിനാണ് മരുന്ന് കഴിക്കുന്നത്? ഭക്ഷണം പോലെ കഴിച്ചില്ല, ഇനി മരുന്ന് നിർത്താം. ഇത്തരത്തിലാണ് പരസ്യം. മാത്രമല്ല എല്ലാത്തരം രോഗങ്ങൾക്കും നോക്കൂ, അർബുദം, വന്ധ്യത, അപസ്മാരം, അങ്ങനെ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. അതും വേദനയില്ലാത്ത മരുന്ന്. നിങ്ങൾ ഒരു മരുന്ന് പോലും കഴിക്കേണ്ട, വേദനയില്ലാത്ത ചികിത്സ, നിങ്ങൾ ഒരു മരുന്ന് പോലും കഴിക്കേണ്ട എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കുറേയൊക്കെ ചികിത്സ തേടിയിരിക്കുന്ന മനുഷ്യർ ചില പ്രതീക്ഷകളുമായിട്ടായിരിക്കും പോകുക. ചില വിശ്വാസങ്ങൾ ഇയാൾ ചൂഷണം ചെയ്യുന്നുണ്ടായിരുന്നു. ചില പോക്കറ്റുകളിൽ അയാൾ കൃത്യമായി അത്തരം അന്ധവിശ്വാസങ്ങളെ ഇടിച്ചിറക്കാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അയാൾ വിജയിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് തിരുവനന്തപുരം ജില്ലയിൽ പലയിടങ്ങളിലും ഇയാളുടെ ക്ലിനിക്കുകൾ തന്നെ വ്യാപകമായി വരാൻ കാരണം. ഈ ഇടങ്ങളിലെല്ലാം ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണവും കുറയുന്നതല്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. ഇയാളുടെ ഈ ചികിത്സ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പലരും അഭിമാനം ഭയന്ന്, മാനനഷ്ടം ഭയന്ന് പറയാത്തവരുമുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ പോലീസും കണ്ടെത്തിയിരിക്കുന്നത്. ഗുരുതരമാണ്. പ്രവീണ, നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഈ ഷിഹാബുദ്ദീൻ അവിടെ കൂടുതൽ ക്ലിനിക്കുകൾ തുടങ്ങിയിരുന്നു അത്രേ. ഇത്തരം ക്ലിനിക്കുകളെ സംശയ സാഹചര്യത്തിൽ കണ്ടാൽ തീർച്ചയായും നിങ്ങൾ അധികാരികളെ ബന്ധപ്പെടണം. പ്രത്യേകിച്ച് അക്യുപങ്ക്ചർ, മൂലക്കുരു, പൈൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരിൽ ആയിരിക്കും തുടങ്ങുക. ഒറ്റമൂലി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചികിത്സ നടത്തുന്നവരുണ്ട്. ഇവരെയൊക്കെ നിയമത്തിൻ്റെയും സംവിധാനങ്ങളുടെയും ഒക്കെ മുന്നിൽ കൊണ്ടുവരണം. അതിന് പ്രിയപ്പെട്ട പ്രേക്ഷകരും ഒരു ജാഗ്രത പുലർത്തണം. ഇല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഫാക്സ് ഓഫ് പൈലറ്റ്, രഞ്ജിത്ത് PR, അഖിൽ TK, സാവിത്രി, ജസീൽ. സാവിത്രി പറയുന്നത് ഇയാളെ വല്ല നാടും കടത്തണം, ദ്വീപിലോ കാട്ടിലോ കൊണ്ട് നാട് കടത്തണം എന്നതാണ്. ജയിലിൽ പിടിച്ചിടണം സാവിത്രി. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പുറത്തിറക്കിയാൽ അവർ സമൂഹത്തിന് വിപത്തായി തീരുന്നു എന്നുള്ളതാണ്. അവർ പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസത്തിന് പിന്നാലെ പോകാനുള്ള മനുഷ്യരും നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരും എന്നുള്ളതാണ്.